നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ നീക്കി നമ്മുടെ മുടി നന്നായിട്ട് ഷൈനി ആയിട്ട് കിടക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 3 ആണിന്ന്. നമ്മൾ ഡേ 1 സിമ്പിളായിട്ടൊരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു ഓർഗാനിക് ഷാമ്പു ഉപയോഗിച്ച് തല നന്നായിട്ട് വാഷ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഡേ 2 നമ്മൾ പാക്കുകളൊന്നും ഇട്ടിട്ടില്ല, മുടിക്ക് റെസ്റ്റ് ആയിരുന്നു. പിന്നെ രാവിലെയും രാത്രിയുമുള്ള ഹെയർ കെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 3rd ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഡേ 1 നമ്മൾ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തിട്ടുള്ളത് കാരണം മുടിക്ക് നല്ല ഫ്രിസിനെസ് ഉണ്ടാകും. കൂടാതെ മുടി നല്ല ഡ്രൈയുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഒരു പാക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ സിമ്പിളായിട്ട് മുടിയുടെ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഒക്കെ മാറ്റുന്ന തരത്തിലുള്ള ചെറിയൊരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുടിക്ക് നല്ല മോയ്സ്ചർ തരുന്ന ഒരു പാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പാക്കൊക്കെ ഇട്ട് 10-15 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനും ഫ്രിസിനെസ് കുറയ്ക്കാനും മുടിക്ക് നല്ല രീതിയിൽ മോയ്സ്ചർ തരാനും സഹായിക്കുന്ന ഒരു നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ കഴിവതും നാടൻ ചെമ്പരത്തി തന്നെ ചൂസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ഗുണമുള്ളത് അതിനാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് ചെമ്പരത്തിപ്പൂവാണോ ഉള്ളത് അതെടുത്താൽ മതിയാകും. എനിക്ക് നീളം ഇല്ലാത്തതുകൊണ്ട് എന്നെ സഹായിക്കാൻ വന്നതാണ് അനിയൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഏത് ചെമ്പരത്തിപ്പൂവാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കളറുള്ള ചെമ്പരത്തി ആയാലോ ലെയറുള്ള ചെമ്പരത്തിയോ അങ്ങനെ ഏതെടുത്താലും മതിയാകും. അവൈലബിലിറ്റി അനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ എത്രമാത്രം ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ എടുക്കാം. ചെമ്പരത്തിപ്പൂ ഇപ്പോൾ എത്രയുണ്ടെങ്കിലും നമുക്ക് നല്ലതാണ്. കാരണം മുടിക്ക് നല്ലൊരു തിളക്കം നൽകാനും മുടി ക്ലീൻ ആകാനും മുടി വളരാനും ചെമ്പരത്തിപ്പൂ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഇത്ര അളവ് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് എടുക്കുക. ഒരു 10 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്ന് പറഞ്ഞ് കുറച്ച് കുറഞ്ഞാലും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അലോവേരയാണ്. ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരുപാടൊന്നും വേണ്ട, ഒരു ലീഫ് തന്നെ മതിയാകും. ഇനിയിപ്പോൾ ചെമ്പരത്തിപ്പൂ ഇല്ലാത്തവരാണെങ്കിൽ അലോവേര മാത്രം കൊണ്ട് ഇന്നത്തെ പാക്ക് ചെയ്യാം. രണ്ടും നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. മുടിയിലായാലും മുഖത്തായാലും അലോവേരയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ആ മഞ്ഞ പശ പോലെയുള്ള ആ സബ്സ്റ്റൻസ് കളഞ്ഞിട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ അലോവേരയും ചെമ്പരത്തിപ്പൂവും ഉപയോഗിച്ച് നമ്മുടെ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇതിൽ മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും നല്ലത് വേലിച്ചെമ്പരത്തിയാണ്. ഞാനിവിടെ വേലിച്ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെമ്പരത്തിപ്പൂ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാ ചെമ്പരത്തിപ്പൂവും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള അലോവേരയാണ്. ഞാൻ അലോവേരയുടെ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള അലോവേരയാണെങ്കിൽ നമുക്ക് ജെല്ല് മാത്രമായിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം ചെറിയൊരു അലോവേരയാണ്. അതുകൊണ്ട് തന്നെ ജെല്ല് മാത്രമായിട്ട് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പച്ച ഭാഗം കൂടി എടുക്കുന്നുണ്ട്. പിന്നെ തീരെ ചെറിയ ലീഫൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 ലീഫൊക്കെ എടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അലോവേര ജെൽ ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തിപ്പൂ മാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏതെടുത്താലും കുറച്ച് കൂടുതൽ അളവിൽ എടുക്കുക. അപ്പോൾ ഈ ഒരു ലീഫ് മുഴുവനായിട്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാക്ക് നന്നായിട്ട് അരിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് അലോവേരയുടെ പച്ച ഭാഗം കൂടി ചേർത്ത് അരച്ചെന്ന് കരുതിയും കുഴപ്പമില്ല. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 2 സ്പൂണോളം അളവിൽ എടുത്തിട്ടുണ്ട്. തേങ്ങയെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഇനി തേങ്ങാപ്പാലോ തേങ്ങയോ നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും തരത്തിൽ സ്യൂട്ട് ആകുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 3 കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന ടൈമിൽ വേറെ വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പാക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ കുറഞ്ഞ അളവിലാണ് നമ്മുടെ പാക്ക് ഉണ്ടാകുക. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഹെയർ ഉള്ളവരാണെങ്കിൽ പാക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുത്താലും മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ. വെള്ളം അധികം ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. ദേ ഇത്രയും ക്വാണ്ടിറ്റി മാത്രമാണ് എനിക്ക് പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടിയത്. എനിക്കത്ര വലിയ ലോങ് ഹെയർ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഇത്ര തന്നെ മതിയാകും. പിന്നെ നമ്മൾ പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിലെ ജടയൊക്കെ നീക്കി നന്നായിട്ട് ചീകിയിടുക. അതിനുശേഷം മാത്രം കുറേശ്ശെയായിട്ട് പാക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പാക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്നൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെയുള്ള സമയമാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണിത്.
അപ്പോൾ നമുക്ക് വേഗം തേച്ച് കൊടുക്കാം. പാക്ക് നമ്മൾ മുടിയിലേക്ക് തേക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കാൽപ്പിലാണ് പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളതാണ് മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നത്. കാരണം നമ്മുടെ സ്കാൽപ്പിലാണ് കൂടുതലും ഡ്രൈനെസ് ഉണ്ടാകുന്നത്. സ്കാൽപ്പിൽ ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ ചെറിയ പൊടി പോലെയും താരം പോലെയും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സ്കാൽപ്പിലെ ഡ്രൈനെസ് ആദ്യം മാറ്റിയെടുക്കണം. അപ്പോൾ സ്കാൽപ്പിലെ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. ചെമ്പരത്തിപ്പൂവ് ധാരാളം വീട്ടിലുള്ളതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ചെമ്പരത്തിപ്പൂവ് മുടിയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മുടി വളർച്ചയുടെ കാര്യം പറയുമ്പോൾ ജീനിന് നല്ല പങ്കുണ്ട്. കുടുംബത്തിൽ എല്ലാവർക്കും നല്ല മുടിയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും മുടി നന്നായിട്ട് വളരുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ലോങ് ഹെയർ ഒന്നും ഇല്ലാത്തവരുടെ കുടുംബമാണെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് അങ്ങനെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് മുട്ടറ്റം മുടി വരുമെന്നല്ല, നമുക്ക് എത്രത്തോളം ലോങ് ആയിട്ടുള്ള ഹെയർ ആണോ ഉള്ളത് ആ ഹെയറിനെ നന്നായിട്ട് കെയർ ചെയ്ത് കട്ടിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് മുടി ഒന്ന് പിഴിഞ്ഞാൽ തന്നെ മുടിയിൽ മുഴുവൻ ഈ പാക്ക് വന്നോളും. ഞാനിപ്പോൾ എൻ്റെ മുടിക്കുള്ള അളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് പാക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഇന്ന് നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടായ ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ പാക്കിട്ട് തല നന്നായിട്ട് കഴുകുന്നത്. അപ്പോൾ നമ്മൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ മുടി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ പാക്ക് ഇടുന്ന ദിവസങ്ങളിലൊന്നും നമ്മൾ നൈറ്റിലും മോർണിംഗിലും ഒക്കെ നന്നായിട്ട് മുടി മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പാക്ക് തന്നെ നമുക്ക് മുടിക്ക് ഒരു ഹെൽത്തി ഫീൽ നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പാക്ക് ഇടുന്ന ദിവസങ്ങളിൽ രാവിലെയും രാത്രിയൊന്നും അധിക കെയർ മസാജിങ് അങ്ങനത്തെ സെറം ഉപയോഗിക്കുക അങ്ങനെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചലഞ്ച് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നവർ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഈ പാക്ക് ഇടുമ്പോൾ നമുക്ക് മുടിക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും. കൂടാതെ നമുക്ക് ഒരു ഓയിലി ഫീൽ, നമ്മൾ തേങ്ങ നാളികേരമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്കൊരു ഓയിലി ഫീലും തരും. അപ്പോൾ ഡേ 3 ആയി ഇന്ന് നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാം ദിവസമായ നാളെ നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ സാധാരണയായിട്ട് തന്നെ മുടി കഴുകുക മാത്രമാണ് ചെയ്യുന്നത്. വേറെ പാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ താളി ഉപയോഗിച്ച് നിങ്ങൾക്ക് മുടി വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേറെ അഡീഷണൽ പാക്കുകളൊന്നും നമ്മൾ 4ാമത്തെ ദിവസം ഉപയോഗിക്കുന്നില്ല. സാധാരണയായിട്ട് വാഷ് ചെയ്യുന്നവർക്ക് മുടി വാഷ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.